ഗുരുദീപം പഠന കേന്ദ്രത്തിന്റെ 6ാമത് വാർഷികാഘോഷം ജനുവരി 21-ന് ഗുരുദീപാഞ്ജലി 2024 എന്ന പേരിൽ ആലുവ FBOA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനം SNDP യോഗം പ്രസിഡന്റ് MN സോമൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ, കലാമേളകൾ, സമ്മേളനങ്ങൾ തുടങ്ങിയവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഗുരുദീപം പഠന കേന്ദ്രത്തിന്റെ 6ാമത് വാർഷികം ജനുവരി 21-ന് ആലുവ FBOA ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ, കലാമേളകൾ, സമ്മേളനങ്ങൾ എന്നിവയടങ്ങുന്ന ഗുരുദീപാഞ്ജലി 2024 SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുസന്ദേശങ്ങളെയും ഗുരുദർശനത്തെയും പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്ന ഒരു പ്രമുഖമായ ലക്ഷ്യം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ. എന്തായാലും 8 പേരിൽ തുടങ്ങിയ കേന്ദ്രം ഇന്ന് 100-ലധികം പഠിതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു പഠന കേന്ദ്രമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. 2 വർഷക്കാലം കൊറോണ കാലഘട്ടത്തിൽ വാർഷിക ആഘോഷങ്ങൾ നടത്താൻ പറ്റിയില്ല. 6ാമത് വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് ഗാനമഞ്ജരി, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, കൈകൊട്ടുകളി, കളരി അഭ്യാസ പ്രകടനങ്ങളും നടക്കും. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ KN ദിവാകരൻ, TU ലാലൻ, ലൈല സുകുമാരൻ, സുഷമ രവീന്ദ്രനാഥ്, വിനീസ് ചിറക്കപ്പടി, രമ്യ സുനിൽ, M നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ഇന്ന് സമൂഹം നേരിടുന്ന നിരവധി വെല്ലുവിളികൾക്കുള്ള പരിഹാരമാർഗമായിട്ട് ഗുരു ദർശനത്തെ കാണുന്ന സുമനസ്സുകളുടെ ഒരു ചിന്താശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് മുന്നേറുന്ന വളർന്നു വരുന്നത് യുവതലമുറയ്ക്ക് വഴിയും വഴികാട്ടിയും വിളക്കും വെളിച്ചവുമായി ഗുരു ദർശനത്തെ പ്രയോജനപ്പെടുത്തുക എന്ന മഹത്തരമായ ലക്ഷ്യത്തിലൂടെയാണ് ഈ സത്സംഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.